ഹലോ, ഞങ്ങളിതേ മണ്ണാർശാല കോവിലിൽ പോകുന്ന വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ദേ ഒരു 3.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഇറങ്ങിയതിൻ്റെ കോലമാണ്. മീനൂട്ടി തളർന്നു. പിന്നെ ദേ ഈ വഴിയോരത്തുള്ള ടോയ്സൊക്കെ കാണിച്ചു കൊടുത്തൊന്ന് ഹാപ്പിയാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ. റോഡിൽ അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു മണ്ണാർശാല കോവിലിൽ പോകണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ കോവിലിൻ്റെ ഫ്രണ്ടെത്തി. കോവിൽ ഇത്രയും തിരക്കായിരിക്കുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ആയതുകൊണ്ട് തിരക്കാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും തിരക്കാണെന്ന് വിചാരിച്ചതേ ഇല്ല. കുട്ടികളെയും കൂടി 3 കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളെയും കൂടി കൊണ്ടുപോയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഞങ്ങൾ നല്ല പെട്ടെന്ന് വേണം പറയാം, അത്രയ്ക്ക് തിരക്കായിരുന്നു. തൊഴാൻ നിൽക്കുന്ന ക്യൂ ആണിത്. ദർശനത്തിന് വേണ്ടി നിൽക്കുന്ന ക്യൂ തന്നെ കണ്ടില്ലേ, അത്രയും ഞങ്ങൾ അതിൻ്റെ ഇടയിൽ പെട്ടു. ഞങ്ങളെ ഞെരുക്കി അവർ തള്ളിക്കൊണ്ടങ്ങ് അകത്തെത്തിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ദർശനത്തിനായിട്ട് അകത്തേക്ക് കയറി. ഒരു 1.5 മണിക്കൂറോളം നമ്മൾക്ക് ആ ക്യൂവിൽ നിൽക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെയാണ് നമുക്ക് ഈ അകത്ത് തന്നെ കയറാൻ പറ്റിയത്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരു ജസ്റ്റ് ഒന്ന് മിന്നായം പോലൊക്കെ നമുക്കൊന്ന് ദർശനം നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒന്ന് തൊഴുതിട്ട് നമ്മളങ്ങനെ വെളിയിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ വെളിയിലോട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അങ്ങനെ പുറത്തേക്കുള്ള വഴിയിലോട്ട് പോയപ്പോഴേക്കാണ് അവിടുത്തെ അമ്മയുടെ എഴുന്നള്ളത്തായിരുന്നു. അങ്ങനെ അമ്മയെ കാണാൻ പറ്റി. അതൊരു വലിയ ഭാഗ്യമായിരുന്നു കേട്ടോ. 2 മണിക്കായിരുന്നു അമ്മ ഇറങ്ങിയത്. അങ്ങനെ അമ്മ പോകുന്നത് കണ്ടോ. വീഡിയോയിൽ എത്ര കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്യാവശ്യം ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇതാണ് അപ്പൂപ്പൻ കാവ് കേട്ടോ. ഈ കുട്ടികളെ വെച്ചിട്ട് തന്നെ ഈ വീഡിയോ എടുക്കാനുള്ളൊരു കാരണം, എന്നെപ്പോലെ തന്നെ ഒരുപാട് നാളത്തെ ആഗ്രഹം കൊണ്ട് പോകാൻ പറ്റാത്തവരൊക്കെ കാണൂലേ, അവർക്കൊക്കെ ഈ വീഡിയോയിലൂടെ മണ്ണാർശാല കോവിലൊക്കെ കാണാൻ പറ്റട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ പിന്നെ എടുത്തത്. ഇതാണ് കേട്ടോ അവിടുത്തെ കാവൊക്കെ. അങ്ങനെ പുറത്തേക്കുള്ള ദർശനമൊക്കെ കഴിഞ്ഞു. ഈ പുറത്തേക്കുള്ള വഴിയിൽ തന്നെ ഇനിയും ദേവീ ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ദേവീ ക്ഷേത്രം, ഭദ്രകാളി ക്ഷേത്രമാണ്. അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ഇറങ്ങി. നേരെ പോയതൊരു ഹോട്ടലിലാണ് കേട്ടോ. കാരണം 2:30 ആയതുകൊണ്ട് തന്നെ കുട്ടികളും ഞങ്ങളും ഒക്കെ അത്രയ്ക്ക് വിശന്നു പോയി. പിന്നെ ഞങ്ങൾ ചോറ് കഴിച്ചു. ഞങ്ങളിനി നേരെ പോകുന്നത് ഓച്ചിറ മഹാദേവ ക്ഷേത്രത്തിലാണ് കേട്ടോ. അങ്ങനെ ഓച്ചിറ എത്തി. ഈ നന്ദിനെയൊക്കെ കണ്ടതുകൊണ്ട് തന്നെ അക്കൂട്ടനും മീനുട്ടിയൊക്കെ ഒന്ന് പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ ഒന്ന് കയറാൻ വരെ മീനുട്ടിക്കും അക്കൂട്ടനും പേടിയായിരുന്നു. പിന്നെ അവരെ കൊണ്ട് തൊട്ടൊക്കെ തൊഴുവിപ്പിച്ചു. ഈ തൊട്ട് തൊഴുന്നത് കണ്ടോ അക്കൂട്ടൻ്റെ പേടി. അങ്ങനെ തൊട്ടൊക്കെ തൊഴുത്. കുട്ടികൾക്ക് ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഓടിക്കളിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങോട്ട് കണ്ടോ, ഫുള്ള് അവർ ഇവിടെ ഒത്തിരി ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഇവിടുത്തെ ദർശനമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദർശനങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ.